ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ കുറേ മാസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നെന്തോ ഞാൻ രാവിലെ എണീറ്റപാട് എനിക്കൊരു വീഡിയോ ചെയ്താലോ എന്നുള്ള എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്ന്. എന്തായാലും വേണ്ടില്ല ഗൈസ്, എന്ന് എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റുഡൻസിന് എക്സാമാണ്. അപ്പം നേരത്തെ എത്തണം. അപ്പോൾ അവന് രാവിലെ പുറച്ചക്കന്നെ നീറ്റിട്ടുണ്ട്. മിഫിം കോഴിക്കോട് എങ്ങനെ. അപ്പോൾ ഞാൻ ഓൾ ട്രെയിനാണ്, ഞാൻ ബസ്സിനാണ്. അങ്ങനെ നമ്മൾ ഓട്ടോനെ വെയിറ്റ് ചെയ്തു. ഓട്ടോ വന്നു ഗൈസ്, ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ബസ്സിലാട്ടോ വന്ന, ഓട്ടോയിലല്ല. അങ്ങനെ ഫസ്റ്റിൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഒരു കടൻ്റെ ആ സൈഡിൽ വന്നിട്ടുണ്ടാവും. എൻ്റെ മെയിൻ ഡ്യൂട്ടി അത് എടുത്തു വരാൻ എന്നുള്ളതാണ്. അങ്ങനെ സാറിൻ്റെ ക്യാബിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി എടുത്തു വരുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് കുറച്ച് നേരത്തെ എത്തിയോണ്ട് അത്യാവശ്യം നിലത്തന്നെ അവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേയിലാണ് ഈ ന്യൂസ് പേപ്പർ വരിക. ആടെ ഇരുന്നിട്ട് തന്നെ കുറച്ച് വായിച്ചു കഴിഞ്ഞു. പത്രം വെക്കാൻ പോയപ്പോഴാണ് കഴിച്ച് ഞാൻ ഈ സാധനൻ്റെ കടയിൽ നല്ല ശ്രദ്ധിച്ചേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം പിന്നെ ചെറിയ അല്ലറച്ചില്ലറ പണി ഉണ്ടാവും എക്സ്ട്രാ. അപ്പോൾ ആ അല്ലറച്ചില്ലറ പണി തീർത്തിട്ട് വേണം എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇപ്പോൾ ഹോസ്റ്റലിൽ ഷിഫാനി ഉണ്ട് എൻ്റെ കൂടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം ലേറ്റാവും. അപ്പോൾ ഓളും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മളാണല്ലോ ഇപ്പോൾ വൈബായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത് പറയാം. എങ്ങനെ എക്സാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ചായ കുടിക്കാന്നുള്ള മൈൻഡാട്ടോ. രാവിലെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തിങ്കളാഴ്ച അധികവും സംഭവിക്കുന്ന കാര്യമാണ്. നേരത്തെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കാൻ പോകേണ്ടി വരും. അതെന്താണ് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യുകയാണ്. ഷിഫാനെ വേണോ വേണ്ടോ എന്നുള്ള മൈൻഡിലേനും. അങ്ങനെ നമ്മൾ അപ്പുറത്തുള്ള ഒരു ഗ്രാൻഡ് ബേക്കേഴ്സ് ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അധികവും ഗ്രാൻഡ് ബേക്കേഴ്സിലാണ് പോകുന്നത്. എനിക്ക് മെയിനായിട്ടുള്ള ഐറ്റം എന്നുണ്ടെങ്കിൽ പഴംപൊരി കഴിച്ചു. പഴംപൊരി കഴിച്ചതിന് ശേഷം ബാക്കി ഞാൻ വേറെ എന്ത് എടുക്കുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അങ്ങനെ കഴിച്ച് ഞാൻ കോഫിയും പഴംപൊരിയായിരുന്നു. ഇവരാണ് അധികം ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫീസിൽ നിന്ന് അപ്പം തന്നെ കോൾ വന്നു, ഐക്കൺ അവാർഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം സ്പീഡിൽ വന്നു കഴിച്ചു. ഈ അവാർഡ് കഴിഞ്ഞിട്ട് ഇനിയും ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ട്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അത് തുടങ്ങാൻ വെച്ചു. അങ്ങനെ യൂണിഫോം ഇട്ടിട്ടാണ് മെയിനായിട്ട് നമ്മൾ അന്ന് ശരിക്കും എക്സാം ആയതുകൊണ്ട് നമ്മൾ കളർ ഇട്ട് വരുന്നതാണ്. ശരിക്കും നമുക്ക് യൂണിഫോം മസ്റ്റാണ്. ഇതാണ് ട്രോഫി. നല്ല രസമുണ്ട് ട്രോഫി. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലൂ ആയിരുന്നു കാണാൻ. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ യൂണിഫോമിൻ്റെ അതേ സെയിം തീം തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാണ്ടേനു. അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി പരിപാടി തുടങ്ങിയാലോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സാറുമാർ വരാണ്ടേനു. അങ്ങനെ ജാസിർ സാറാണ് ഫസ്റ്റായിട്ട് തുടക്കട്ടെ. സാറിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മൾ പ്രവീൺ സാറ്. അങ്ങനെ ചേച്ചിക്ക് ട്രോഫി വാങ്ങി. അതിന് ശേഷം ഞാൻ ട്രോഫി വാങ്ങുന്നു. പിന്നെ അപ്പം തന്നെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം മേക്കപ്പ് ഇട്ടാട്ടോ, ഒന്നുമില്ലേനു. പിന്നെ ഷിഫാന. അങ്ങനെ നമ്മൾ മൂന്നാളെ പോയി. ട്രോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളിയാട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഡിസംബർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരിനേക്കാൾ മുന്നേ വന്നാണ്, 1 വർഷമായിട്ടുണ്ടാവും. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടം. ഒരു ഫാമിലി, നമ്മളിപ്പോൾ ഒരു വീട് പോലെ തന്നെ. ഞാൻ അധികവും വീടിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്പെൻഡ് ചെയ്യുന്നത് ഏൺ മാർക്സിലാണ്. അത്ര ഫ്രീ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്നെ ഭയങ്കര അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ സിംഗിളായിട്ടുള്ള, എൻ്റെ നല്ല എല്ലാവരുടെയും സിംഗിളായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കണം മമ്മേനെ വട്ടം കറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ടായതുകൊണ്ട് നമ്മൾ 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഗൈസ് ഫുഡ് കഴിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് അടുത്ത ടീം ഇരിക്കുക, അങ്ങനെയാണ്. കാരണം കുഞ്ഞു സ്പേസ് ആട്ടോ അവിടെ. അങ്ങനെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്നായതുകൊണ്ട് എനിക്ക് നല്ല ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് വരും. ഹോസ്റ്റലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫുഡ് കട്ടപ്പൊക്കെയായിരിക്കും കേട്ടോ. പക്ഷെ കുഴപ്പമില്ലാതെ തന്നെ കണ്ടോ. അയവാ പൊളിയില്ലേ. അമ്മനെ കൊണ്ട് സ്പെഷ്യൽ ഇന്നലെ പൊരിപ്പിക്കാണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ച് ഇന്ന് പൊരിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ മെയിൻ പരിപാടി ഗുളിക കഴിക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെ മെഡിസിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. എക്സാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം ഭയങ്കര ഫ്രീ ആയിട്ട് കഴിഞ്ഞ്. പിന്നെ കാരണം സ്റ്റുഡൻസിനൊക്കെ വിളിച്ച് ഓരോരുത്തർ ചെയ്തോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടി വരും. നമ്മുടെ ഓഫീസിൻ്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ഇന്ന വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ടേ വർക്ക് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ഒന്നുമില്ല. ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ സീനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചായ കുടിയാൻ പോയി. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം വെറും ചായ കുടിനാലോ പരിപാടിയെന്ന്. അങ്ങനെ കഴിച്ച് നമ്മൾ കുറച്ചായിട്ട് ഇരുന്ന് അവിടെ അത്യാവശ്യം വർത്താനൊക്കെ പറഞ്ഞ് ലേറ്റായിട്ട് തന്നെ കേട്ടോ ഓഫീസിലേക്ക് കയറിയിട്ടുള്ളത്. പിന്നെ മമ്മത അവിടെ ഉണ്ടായത് നമ്മൾ ചോദിച്ചാൽ അമ്മ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് പതുക്കെ പോകാന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു 9:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെയും വിശക്ക് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. അതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മാങ്കാവ് ഒരു സുപ്രഭാതം ഉണ്ട്, ഒരു വെജ് ഹോട്ടലാണ്. സൂപ്പറാണ് ഫുഡ്, ഒന്നും പറയാനില്ല. മസാല ദോശ ആയിക്കോട്ടെ, സദ്യ ആയിക്കോട്ടെ, ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ അധികം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. എനിക്ക് അവിടുത്തെ മസാല ദോശേൻ്റെ സാമ്പാർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പറയാൻ. ഭയങ്കര ഇഷ്ടമാണ്. മാങ്കാവിൽ വരുന്നവർക്ക് ഇത് പറ്റിയ സ്പോട്ടാണ് ഗൈസ്. വെജിൻ്റെ അടിപൊളി ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റേറ്റ് ഉണ്ട് അത്യാവശ്യം. സാധാ മസാല ദോശ കുറച്ച് ഒരു 10 രൂപ കൂടുതലുണ്ട്. പക്ഷെ എന്നാൽ പോലും നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടുന്നുണ്ട് കേട്ടോ.
മമ്മത് ബട്ടർ അറ്റാന്ന് തോന്നുന്നു ഓർഡർ ചെയ്ത്. നമ്മൾ രണ്ടാളും സാധാ നോർമലായിട്ടുള്ള മസാല ദോശ ആയിട്ട് ഓർഡർ ചെയ്ത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ആ സമയത്താണെങ്കിൽ അത്യാവശ്യം വിശപ്പുണ്ട്. ഈ നാട്ടിൽ പോയി വന്ന ദിവസം എന്നോന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. അങ്ങനെ മസാല ദോശയൊക്കെ കഴിഞ്ഞു ഗൈസ്. എങ്ങനെ നമ്മൾ ബില്ലൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഹോസ്റ്റലിൽ പോവാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ പോവാണ്. ഈ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ആൻഡ് ടാറ്റ, ബൈ, സീ യു.